നിങ്ങളുടെ ബഡ്ജറ്റ് 10,000 രൂപയായാലും 1,00,000 രൂപയായാലും നിങ്ങളുടെ ആവശ്യവും പ്രയോറിറ്റിയും അതോടൊപ്പം ആ ഫോണിൻ്റെ പ്ലസ്സും മൈനസും ഒക്കെ അറിഞ്ഞിട്ട് വേണം ഒരു ഫോൺ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു വീഡിയോയിൽ 15,000 അണ്ടറിൽ വരുന്ന ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം ആ ഫോണിൻ്റെ പ്ലസ്സും മൈനസും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ സാംസങ് ഫാൻസിന് വേണ്ടിയിട്ടാണ്. അതായിരിക്കും സാംസങ്ങിൻ്റെ ഈ അടുത്ത് ലോഞ്ച് ചെയ്ത F15 5G. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക് ഡയമൻസിറ്റി 6100 പ്ലസ് ചിപ്സെറ്റ് ആണ് വരുന്നത്. 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 6000 mAh ബാറ്ററി, 25 വാട്ട്സ് ചാർജിങ് സപ്പോർട്ട്, മോണോ സ്പീക്കറാണ് വരുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് ഡ്യുവൽ സ്പീക്കേഴ്സ് കിട്ടൂല. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് അറ്റ് എ ടൈം ഒരു സിം കാർഡ് പ്ലസ് ഒരു മെമ്മറി കാർഡ് അല്ലെങ്കിൽ 2 സിം കാർഡ് യൂസ് ചെയ്യാം. അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട് കേട്ടോ. അതും ഒരു 5 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, പിന്നെ ഒരു മാക്രോ ക്യാമറ കൂടെ ഉണ്ട്. അത് വിട്ടേക്കാം, വലിയ ക്ലാരിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഔട്ട് ഓഫ് ദി ബോക്സ് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത്. പിന്നെ സാംസങ്ങിന്റെ ഫീച്ചേഴ്സ് ഒക്കെ അറിയാലോ. സാംസങ്ങിന്റെ സെക്യൂർ ഫോൾഡർ, നോക്ക് സെക്യൂരിറ്റി, സാംസങ് വാലറ്റ് ഒക്കെ യൂസ് ചെയ്യും. പക്ഷേ NFC ഇല്ലാത്തതുകൊണ്ട് ടാപ്പ് ആൻഡ് പേ പറ്റൂല. 12,999 എന്ന പ്രൈസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തരാൻ പറ്റിയൊരു ഫോൺ കൂടിയാണിത്. ബോക്സിൽ ചാർജർ വരുന്നില്ല, അപ്പോൾ നിങ്ങൾ ആ ചാർജറിൻ്റെ പ്രൈസും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ടി വരും. 4GB 128GB പ്രൈസാണ് 12,999. പിന്നെ 6GB വേരിയൻ്റ് കൂടെ വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് 14,499 ആണ്. ഇനി എൻ്റെ പേഴ്സണൽ സജഷൻ പറയാം. അതായത് സാംസങ്ങിൻ്റെ F15 പകരം സാംസങ് തന്നെ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത M34 5G ആയിരിക്കും കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ളത്. കാരണം അതിനകത്ത് NFC ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Exynos 1280 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 6000 mAh ഒരു ബാറ്ററി, 25 വാട്ട്സ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇവിടെയും ആ മോണോ സ്പീക്കർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഡ്യുവൽ സ്പീക്കേഴ്സ് കിട്ടൂല. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ, ഹൈബ്രിഡ് സിം സ്ലോട്ട്. ഇവിടെ 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് കുറച്ചുകൂടെ ക്ലാരിറ്റി കൂടി അൾട്രാ വൈഡ് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. കൂടാതെ NFC സപ്പോർട്ടുകൾ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിൽ ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. ഡ്രോപ്പ് ആൻഡ് വെച്ച ഡിസ്പ്ലേ, കുറച്ച് ബെസൽസ് ഉണ്ട്. ചാർജർ ബോക്സിൻ്റെ അകത്ത് കിട്ടൂല. 6GB 128GB പ്രൈസിംഗ് ആണ് 14,999. ഇനി 15,000 അണ്ടറിൽ നിങ്ങളൊരു പവർ പാക്കഡ് ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഫോണായിരിക്കും റിയൽമിയുടെ P1. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. മീഡിയാടെക് ഡയമൻസിറ്റി 7050 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 5000 mAh ഒരു ബാറ്ററി, 45 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. ദാറ്റ് ഈസ് നൈസ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. പിന്നെ റിയൽമിയുടെ ഫോൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്ലോട്ട് വൈസ് ഒക്കെ കാണും. അതൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഗെയിമിങ്ങിൻ്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ BGMIക്ക് ഒപ്റ്റിമൈസ് ചെയ്തൊരു ഫോണായിരിക്കും. അതായത് BGMI നിങ്ങൾക്ക് 60 FPS കളിക്കാൻ പറ്റിയൊരു ഫോൺ കൂടിയാണ് ഈ ഒരു റിയൽമിയുടെ P1. ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ഒരു 14,999 കിട്ടും. നെക്സ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ഫോണായിരിക്കും പോക്കോയുടെ പോക്കോ X6 Neo. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക് ഡയമൻസിറ്റി 6080 ചിപ്സെറ്റ്, 108 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 33 വാട്ട് ചാർജിങ്. ഇനി സ്പീക്കേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോണോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടൂല. പിന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ, ദ ബെസ്റ്റ് ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത്. കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് ബെസ്റ്റ്ലെസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റിയ ഒരു ഡിസ്പ്ലേ ആണ് പോക്കോ X6 Neoൻ്റെ അകത്ത് പോക്കോ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ അകത്ത് അൾട്രാ വൈഡ് ക്യാമറ കൊടുത്തിട്ടില്ല. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 15,999 ആണ്. പക്ഷേ ഓഫർ ടൈമിലേക്ക് ഒരു 1000 റുപ്പീസിൻ്റെ ഓഫ് കൂടെ കിട്ടാറുണ്ട്. പിന്നെ ആമസോണിൻ്റെ പ്രൈം ഡേ സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായി. സോ എന്തായാലും ഇതൊക്കെ കാർട്ടിൽ ആഡ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് തന്നെ 8GB 128GB ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗെയിമിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. ഇനി കുറച്ചുകൂടെ ഓൾറൗണ്ടർ ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതായിരിക്കും മോട്ടോറോളയുടെ Moto G64 5G. ഇതിൽ AMOLED ഡിസ്പ്ലേ കിട്ടൂല. ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 120 ഹെർട്സിന്റെ IPS LCD ഡിസ്പ്ലേ ആണ്. ഡയമൻസിറ്റി 7025 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ OIS സപ്പോർട്ട് ഉള്ള ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 6000 mAh ബാറ്ററി, 33 വാട്ട്സ് ചാർജിങ് സപ്പോർട്ട്. ബോക്സിൽ ചാർജറൊക്കെ വരുന്നുണ്ട്. ഇവിടെയും ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. അൾട്രാ വൈഡ് ക്യാമറ ഒക്കെ വരുന്നുണ്ട്. അതും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ. നോർമലി മോട്ടോറോള ഫോൺസിൽ ബ്ലോട്ട് വൈസ് ഒന്നും വരാറില്ല. പക്ഷേ ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺസിലൊക്കെ വില കുറക്കാൻ വേണ്ടി ബ്ലോട്ട് വൈസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മോട്ടോറോള ഫോൺസിൽ വരുന്ന ഫീച്ചേഴ്സൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട്. അതായത് ഫാമിലി സ്പേസ്, സെക്യൂർ ഫോൾഡർ,
പിന്നെ ജസ്റ്റർ ഫീച്ചേഴ്സ് ഒക്കെ ഇതിലും വരുന്നുണ്ട്. പിന്നെ NFC ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യാൻ പറ്റും. സോ ഒരു ഓൾറൗണ്ടർ ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഫോണായിരിക്കും മോട്ടോറോളയുടെ Moto G64 5G. ഇനി നിങ്ങൾക്ക് ഇന്ത്യൻ ബ്രാൻഡ് തന്നെ വേണം ആൻഡ് നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ച് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഫോണായിരിക്കും ലാവ എന്ന ബ്രാൻഡിന്റെ ലാവ സ്റ്റോം 5G. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 120 Hz IPS LCD പാനൽ, MediaTek Dimensity 6080 ചിപ്സെറ്റ്, 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, OIS ഒന്നും വരുന്നില്ല കേട്ടോ. പിന്നെ 16 MP സെൽഫി ക്യാമറ, 5000 mAh ഒരു ബാറ്ററി, 33 വാട്ട് ചാർജിങ് ഒക്കെയാണ് വരുന്നത്. മോണോ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഹൈബ്രിഡ് സിം സ്ലോട്ട്. ഈ ഒരു പ്രൈസിലും അൾട്രാ വൈഡ് ക്യാമറ ഒക്കെ ലാവ കൊടുത്തിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 ആണ് വരുന്നത്. ഒരു ക്ലീൻ എക്സ്പീരിയൻസ് ആയിരിക്കും. ലാവ നോർമലി ഒരു ബ്ലോട്ട് പ്രൈസ് ഒന്നും കൊടുക്കാറില്ല, അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ എക്സ്പീരിയൻസ് ആയിരിക്കും OSന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടും. ലോവർ ബഡ്ജറ്റിൽ ഇന്ത്യൻ ബ്രാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ലാവയുടെ ലാവ സ്റ്റോം 5G. 6GB 128GB 14999 ആണ് പ്രൈസിങ് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് 11,000-12,000 രൂപ റേഞ്ചിൽ ഒരു ലാവ ഫോൺ വേണ്ട, റിയൽമി ഫോൺ മതിയെങ്കിൽ റിയൽമിയുടെ നാർസോ 60X വരുന്നുണ്ട്. കാണാൻ നല്ല ലുക്കൊക്കെ ഉള്ള നല്ല പ്രീമിയം ഡിസൈനിലാണ് നാർസോ 60X വരുന്നത്. ഈ ഒരു ഫോണിന്റെ ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 120 Hz IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. MediaTek Dimensity 6100+ ചിപ്സെറ്റ്, 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 8 MP സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 33 വാട്ട് ചാർജിങ്, മോണോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ, ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് വരുന്നത്. ഇതിൽ അൾട്രാ വൈഡ് ക്യാമറ വരുന്നില്ല. Android 13 ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത്. നല്ല പ്രീമിയം ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ബേസ് വേരിയന്റ് ആയ 4GB 128GBക്ക് 10,500 രൂപയും അതേപോലെ 6GB 128GB 11,500 രൂപയാണ് വില വരുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ച് കുറവാണെങ്കിൽ ഒരു ഡീസന്റ് പർച്ചേസ് ആയിരിക്കും റിയൽമി നാർസോ 60X. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ സ്മാർട്ട് ഫോൺസിൻ്റെ അകത്തും MediaTek Dimensity ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് MediaTek Dimensity ചിപ്സെറ്റ് വേണ്ട, Qualcomm Snapdragon ചിപ്സെറ്റ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഫോണായിരിക്കും വിവോ T3X 5G. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 120 Hz IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗന്റെ 6th Gen 1 ചിപ്സെറ്റ്, 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 8 MP സെൽഫി ക്യാമറ, 6000 mAh ഒരു ബാറ്ററി, 44 വാട്ട്സിന്റെ ചാർജിങ്ങും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ, ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് വരുന്നത്. അൾട്രാ വൈഡ് ക്യാമറ ഒന്നും വരുന്നില്ല. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 കൂടെ വരുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഏതെങ്കിലും ഫോൺ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. കൂടാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ദ ഡിവൈൻ കാസ്റ്റർ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.